നിങ്ങൾക്ക് വേണ്ടി ഒന്നും ബാക്കി വച്ചിട്ടില്ല കേട്ടോ. മുൻപേ ജീവിച്ച ആ സ്വഹാബി വര്യന്മാരും ആ ഉത്തമ നൂറ്റാണ്ടുകാരും പിറകെ വരുന്നവർക്ക് യാതൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. എല്ലാം അവർ ചെയ്തിട്ടുണ്ട്, എല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാം അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമേ നാം ഇബാദത്തുകളായി സ്വീകരിക്കാവൂ, അത് മാത്രമേ ആരാധനകളും ആചാരങ്ങളുമായി സ്വീകരിക്കാവൂ, അത് മാത്രമേ സ്വർഗം കിട്ടാൻ വേണ്ടി നാം സ്വീകരിക്കാവൂ. അതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് വിശ്വസിക്കണം. അപ്പോഴേ റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നവരാകൂ, അപ്പോഴേ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാകൂ. റസൂലുള്ള പഠിപ്പിച്ചതും സ്വർഗം കിട്ടുന്നതാണ്, അല്ലാത്തതും സ്വർഗം കിട്ടുന്നതാണ്. അല്ല, നബി പഠിപ്പിച്ചതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് വിശ്വസിക്കണം. നബി പഠിപ്പിച്ചതിലൂടെ മാത്രമേ മോചനമുള്ളൂ, പരലോകത്തെന്ന് വിശ്വസിക്കണം. നബി പഠിപ്പിച്ചതിലൂടെ മാത്രമേ മുറാദ് ഹാസിലാക്കാനും രോഗശമനത്തിനുമൊക്കെയായി പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന ദിക്റുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ അത് നബി പഠിപ്പിച്ചതിലുണ്ട്, ഒന്നും പഠിപ്പിക്കാതിരുന്നിട്ടില്ല എന്ന് വിശ്വസിച്ചാലല്ലേ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവരാവുകയുള്ളൂ. ആരാണ് ഇവിടെ വിശ്വസിക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണേ, വലാ തബ്തദിഉ, നിങ്ങൾ വെറുതെ ഇല്ലാത്ത ബിദ്അത്തുകള് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും പടച്ചുണ്ടാക്കല്ലേ. വഖദ് കുഫീതും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നൽകിയിട്ടുണ്ട്. ആര് നൽകിയിട്ടുണ്ട്? അള്ളാഹിന്റെ റസൂല് നൽകിയിട്ടുണ്ട്. സ്വഹാബത്തായി പറയുന്നത് വിശ്വാസമുണ്ടോ? അതൊന്നും പറഞ്ഞാലും ശരിയാവില്ല. കുത്തുബിയത്ത് ഒഴിവാക്കാൻ പറ്റൂല. അത് കുത്തുബിയത്ത് എങ്ങനെ ഒഴിവാക്കാനാ? നമ്മുടെ തൊട്ട് മുമ്പുള്ളവരെ പിന്തുടരാനല്ലേ നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പൊ അതുകൊണ്ട് തൊട്ട് മുൻപുള്ളവർ കാണിച്ചു തന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് കൈവെടിയാൻ പറ്റൂല അല്ലേ. ഇദാ ഖീല ലഹും തആലൗ, ഞാൻ ആരോടും ഒരു വെറുപ്പ് കൊണ്ടും പറയുന്നതല്ല കേട്ടോ. സത്യസന്ധമായി പണ്ഡിതന്മാരെ, അതേപോലെ തന്നെ തലയിൽ ബുദ്ധിയുള്ള സാധാരണക്കാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? മുശ്രിക്കുകളോട് പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൗ, നിങ്ങൾ വരണം. എങ്ങോട്ട് വരണം? ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയ ഖുർആനിലേക്ക് നിങ്ങൾ വരണം. വഇലർ റസൂൽ, റസൂലിന്റെ ചര്യയിലേക്കും നിങ്ങൾ വരണം. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് വരണം. ആ ഖുർആനിന്റെ വിശദീകരണമാകുന്ന പ്രവാചക ചര്യയിലേക്കും നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ അവരെന്താണ് പറഞ്ഞത്? ഖാലൂ, അവര് പറഞ്ഞു, ഹസ്ബുനാ, ഞങ്ങൾക്ക് മതി, മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ എങ്ങനെയാണോ കണ്ടത്, എങ്ങനെയാണോ ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾക്കതു മതി, അവർ ചെയ്തത് മതി, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മാ വജദ്നാ അലൈഹി ആബാഅന, അല്ലാഹ് ചോദിക്ക, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. മുൻഗാമികളെ പിൻപറ്റണ്ടെന്നാണോ? മുൻഗാമികളെ പിൻപറ്റണം എന്ന് തന്നെയല്ലേ ഇവിടെ മുജാഹിദുകൾ പറയുന്നത്. പക്ഷേ പിൻപറ്റുമ്പോഴുള്ള മാനദണ്ഡം എന്താണ്? അന്ധമായി പിൻപറ്റരുതേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മാനദണ്ഡം നിങ്ങൾ മുറുകെ പിടിക്കണേ. തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം ഞാനിതാ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ലൻ തളില്ലു, വൈതെറ്റൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും ആ കിതാബിന്റെ വിശദീകരണമാകുന്ന പ്രവാചക ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണേ. അതുകൊണ്ട് കിതാബിലേക്കും പ്രവാചക ചര്യയിലേക്കും നിങ്ങൾ വരണമെന്ന് പറയുമ്പോ അവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പിതാക്കൾ എന്താണോ കാണിച്ചു തന്നത് അത് മാത്രം മതി. ഇവിടെ അതല്ലേ നമ്മളും പറയുന്നത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഖുതുബിയത്തുണ്ടോ? അതേപോലെ തന്നെ ഇത് നടമാടുന്ന ഒട്ടനവധി അടുത്ത കാലത്തുണ്ടായ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടോ? ഇല്ല, അത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് പിടിച്ച് വളച്ച് ഗണിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് അവകാശമുണ്ടോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, വലാ തബ്തദിഉ,
നിങ്ങൾ ഒരിക്കലും പുതിയതുണ്ടാക്കണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ലോകത്തിന്റെ മാതൃകയായി സ്വഹാബത്ത് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. അത് മതി. ആരാണ് പുത്തൻവാദി? എവിടെയാണ് തകരാറ് വന്നത്? അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണേ, അല്ലാഹുവേ എനിക്ക് സ്വർഗം നൽകണേ, അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് നൽകണേ, അല്ലാഹുവേ എനിക്ക് ആഫിയത്ത് നൽകണേ, അല്ലാഹുവേ എന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ. ഇത്തരം പ്രാർത്ഥനകളൊക്കെ എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ, ഇല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എത്രയോ കാലങ്ങളായി മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്ന നയമല്ലേ ഇത്? അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയും സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും അല്ലാഹുമ്മ ആഫിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, അല്ലാഹുമ്മ ഹുദിനാ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ. ഇതൊക്കെ ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ ധാരാളമായി വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അതിലും പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു. അതേപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലേ? അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇതൊക്കെ നാം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇതൊന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന രീതി ലോക ചരിത്രത്തിൽ ഇന്ന് വരെ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ അല്ലാഹുവോടല്ലാതെ മറ്റാരോടെങ്കിലും അത് പ്രാർത്ഥിക്കാമെന്ന് മുസ്ലിം ലോകം വിശ്വസിച്ചിട്ടുമില്ല. എന്നാൽ ഇപ്പോഴോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ മുസ്ലിം ലോകത്ത്? ഉണ്ട്. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹുവേ എനിക്ക് പൊറുക്കണം, മുഹീദ്ദീൻ ശൈഖേ എനിക്ക് പൊറുക്കണം, ഉപ്പാപ്പ എനിക്ക് പൊറുക്കണം. ഏതെങ്കിലും മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് മഹാത്മാവെന്ന് വിശ്വസിക്കുന്നത് ആരെക്കുറിച്ചാണ്? കെട്ടിപ്പൊക്കിയ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ മഹാത്മാവാണല്ലോ. ഒരാൾ മഹാത്മാവാണോ അല്ലയോ, മരിച്ചു പോകുന്ന ഒരാള് മഹാത്മാവാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അതിപ്പോ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ട് മുൻപുള്ളവർ എന്ത് ചെയ്തു അതേ നോക്കേണ്ട കാര്യമുള്ളൂ. മഹാനായ അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, അള്ളാഹിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ച ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെയോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഒരൊറ്റ ഉയർന്നു നിൽക്കുന്ന ഖബർ പോലും നിരപ്പാക്കാതെ നീ ഒഴിവാക്കി കളയരുത് മോനെ. ഒരൊറ്റ ഖബർ പോലും, ഉയർന്നു നിൽക്കുന്ന ഖബർ പോലും നീ തട്ടി നിരപ്പാക്കാതെ നീ വിട്ടുകളയരുത് മോനെ. ഈ ഹദീസ് ഇമാം നവവി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഫീഹി, ഈ ഹദീസിലുണ്ട് ദലീലുണ്ട്. എന്താണ് ദലീല്? അന്നൽ ഖബറ, നിശ്ചയമായും ഖബർ, ലാ യുർഫഉ, അത് ഉയർത്തപ്പെടാൻ പാടുള്ളതല്ല. റഫ്അൻ കസീറാ, അധികം, വളരെ അധികം ഖബർ ഉയർത്തപ്പെടാൻ പാടുള്ളതല്ല. വലാ യുസന്നമു, ഖബർ ഇങ്ങനെ കൂമ്പാരമായി നിർത്താനും പറ്റൂല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബൽ, എങ്കിലും, യുർഫഉ, ആ ഖബറിനെ ഉയർത്തപ്പെടണം. നഹവ ശിബിരിൻ, ഏകദേശം ഒരു ചാൻ ഉയർത്തപ്പെടണം. അന്ന സുന്നത്ത, നബിചര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശറഹ് മുസ്ലിമില് ഇമാം നവവി തങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയാണ്, വല, തനിയമല്ല, യുസത്തഹു, നിരപ്പാക്കുകയും വേണം. വലാ യുസന്നമു, തടിപ്പിച്ചു നിർത്തരുത്. വയുസത്തഹു, ഇങ്ങനെ നിരപ്പാക്കണം. ഏകദേശം ഒരു ചാൻ. നഹവ ശിബിരിൻ എന്നാണ് പറഞ്ഞത്, ശിബിറൻ എന്നല്ല പറഞ്ഞത്, നഹവ ശിബിരിൻ എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു ചാൻ. അപ്പൊ എന്ത് ചെയ്യാനും പാടില്ല? അത് ഒരു ചാനിനേക്കാൾ കൂടുതൽ ഉയർത്താൻ പാടില്ല, കൂമ്പാരമാക്കി നിർത്താനും പാടില്ല. ഇതാണ് നബിചര്യ എന്ന് പറഞ്ഞിട്ട് പറയാ. വഹാദാ,
വഹാദാ ഹുവൽ മദ്ഹബു ലിൽ ഇമാമി ശാഫിഈ വമൻ വാഫഖഹു. ഇതാണ് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹയുടെ മദ്ഹബ്. ആ ശാഫിഈ ഇമാമിനോട് യോജിക്കുന്നവരുടെയും മദ്ഹബ് ഇതാണെന്ന് വളരെ വ്യക്തമായി ശാഫിഈ പണ്ഡിതനായ രണ്ടാം ശാഫിഈ എന്ന് അറിയപ്പെടുന്ന മഹാനായ ഇമാം നബവി തങ്ങൾ പറയുമ്പോൾ, വളരെ വ്യക്തമായി പറയുമ്പോ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റൂല. ഏതോ മുസ്ലിയാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല, ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല. ആരാ എഴുതി വെച്ചത്? നബിമാമാണോ? അല്ല, ഏതോ മുസ്ലിയാർ ഏതോ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്രമാണം. ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണെന്ന് പറയുകയും ചെയ്യുക, ശാഫിഈ മദ്ഹബിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് കേട്ടോ. മരിച്ചുപോയ മഹാത്മാക്കളോട് പൊറുക്കലിനെ ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, സ്വർഗം ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം എന്ന് തന്നെയാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഇതൊക്കെ ചോദിക്കാമോ? ചോദിക്കാം. അദ്ദേഹം കാണുമോ? കാണും. അദ്ദേഹം കേൾക്കുമോ? കേൾക്കും. അദ്ദേഹം അറിയുമോ? അറിയും. അദ്ദേഹം അത് ഉത്തരം ചെയ്യുമോ? ഉത്തരം ചെയ്യും. അല്ലാഹു ഉത്തരം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഉത്തരം ചെയ്യും. പറയുന്നില്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറ. ഞാൻ തോട്ടുമുഖം സംവാദത്തിൽ വെച്ച് പറഞ്ഞു, സംവാദം എന്ന് പറഞ്ഞ ചോദ്യോത്തര സംവാദം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കാമെന്ന് നിങ്ങളുടെ വാദം, ആ വാദം ഞാൻ അവിടെ ഉന്നയിച്ചപ്പോ അത് നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം എന്ന് തന്നെ അവർ വാദിക്കുകയുണ്ടായി. റബീഅ റളിയല്ലാഹു അൻഹുവെ തൊട്ട് ഉദ്ധരിക്കുന്ന ആ ഹദീസ് അവര് തെളിവായി ഉദ്ധരിച്ചത് എന്തിനാണെന്നറിയാമോ? ഇവിടെ ഞാനിത് നുണ പറയുന്നതാണോ? വ്യാപകമായി തെളിവായി ഉദ്ധരിക്കുന്നില്ലേ? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം, റസൂലുള്ള സ്വർഗം തരും എന്നതിന് ഈ ഹദീസ് വ്യാപകമായി തെളിവായി ഉദ്ധരിക്കുന്നു. അവിടെയും അവർ പിടിച്ചത് അവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്നതിന് ഈ ഹദീസ് തെളിവല്ല. എന്താ തെളിവല്ലാത്തത്? അതെ, റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കാൻ പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്, അല്ലേ? സംഭവം ഒന്ന് ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തണം. സാധാരണക്കാരായ ആളുകൾക്ക് പോലും ആ വിഷയത്തിൽ ഒട്ടനവധി സംശയങ്ങളുണ്ട്. അങ്ങ് പറയാൻ പാടില്ലേ ഒറ്റവാക്കിൽ മറുപടി എന്ന്? പറയാൻ നമുക്ക് അധികാരമില്ല. എന്തേ അധികാരമില്ലാത്തത്? അത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഹദീസുകളിലൂടെ കാണാവുന്നതാണ്. ചോദിക്കാൻ പറഞ്ഞ് ചോദിച്ച സംഭവങ്ങൾ അതല്ല വേറെയും കാണാം. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ, ഒരു മനുഷ്യനെ റസൂലുള്ളാഹി അയക്കുന്നു, ഫീ ഹാജത്തിൻ, എന്തോ ഒരാവശ്യത്തിനായി അയക്കുന്നു. അങ്ങനെ ഫജാഅഹു ബിമാ യസ്സറഹു, ആ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ആ നിലയിൽ ആ കാര്യം സാധിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ വരികയും ചെയ്യുന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സൽ, മോനെ നീ ചോദിക്കടോ. അപ്പൊ അദ്ദേഹം എന്താ ചോദിച്ചത്? അസ്അലുക്കൽ ജന്ന, ഞാൻ നബിയേ തങ്ങളോട് സ്വർഗം ചോദിക്കുന്നു എന്നങ്ങോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഇദാ സഅൽതനി അൽ ജന്ന, സ്വർഗമാണ് നീ എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ എന്നെ സഹായിക്കണം മോനെ. എങ്ങനെ സഹായിക്കണം? നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ആദ്യം നീ സ്വർഗം നേടണം, നേടാനുള്ള അർഹത നേടണം എന്നതിന്റെ അർത്ഥം. കണ്ടാ, നീ സ്വർഗം നേടാനുള്ള അർഹത നേടണം. അപ്പൊ റബീഅ റളിയല്ലാഹു അൻഹുവിനോടോ അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, സൽ. ആ ഹദീസ് അതിന്റെ സിഹത്തും ദുഅഫും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ആ ഹദീസ് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഖാദിമായിരുന്നു. ഇദ്ദേഹവും അതേപോലെ തന്നെ ഖിദ്മത്തെടുത്തു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിനൊരു പ്രത്യുപകാരമായി എന്തെങ്കിലും ചെയ്യും. അതിന് മറുപടിയായി പറഞ്ഞത്, പക്ഷേ ചോദിച്ചത് സ്വർഗമായതുകൊണ്ട് ദേ നിനക്ക് സ്വർഗം തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. അതുപോലെ തന്നെ റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്ന സ്വഹാബിയാണ്, ഖാദിമാണ്. പ്രത്യുപകാരം എന്ന നിലയിൽ ഒരു ദിവസം
റസൂലുള്ളാഹിക്ക് വെള്ളവുമായി ചെന്നപ്പോ റസൂലുള്ള പറഞ്ഞു, സൽ യാ റബീഅ, മോനെ നീ ചോദിക്കടോ. ഫഉഅ്തിയക, നിനക്ക് ഞാൻ തരാം, നിനക്ക് ഞാൻ തരാം. വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ള പറയുന്നു നീ ചോദിക്ക്, നിനക്ക് ഞാൻ തരാം. ഇത് റസൂലുള്ള പറഞ്ഞ വാക്കല്ലേ? റസൂലുള്ള വാക്ക് പറഞ്ഞതല്ലേ? സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവ് വേണ്ട. കിട്ടിയ അവസരം അവർക്ക് ദുനിയാവ് വേണ്ട. അവർ ദുനിയാവ് മോഹിക്കുന്നവരല്ല, റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നവരാണ്. ദുനിയാവിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടും കാര്യമില്ല, അത് മുങ്കത്തിയത്താണ്, അത് ഫാനിയത്താണെന്ന് മനസ്സിലാക്കിയ റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയോടൊപ്പം ഇവിടെ കൂടെ ജീവിക്കുന്നല്ലോ, അതേപോലെ തന്നെ അസ്അലുക, അങ്ങയോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലും എനിക്ക് അങ്ങയോടൊപ്പം ജീവിക്കണം. ആ സഹാബിയുടെ സ്വർഗ്ഗത്തോടുള്ള താല്പര്യം, അതേപോലെ തന്നെ ആഖിറത്തിലുള്ള യഖീൻ, ആഖിറത്തിൽ വിജയിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കടമായ ആഗ്രഹമാണ് റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. റസൂലുള്ള പറഞ്ഞു, മോനെ നീ ചോദിക്ക്, നിനക്ക് ഞാൻ തരാം. ചോദിക്ക്, നിനക്ക് ഞാൻ തരാം. ചോദിച്ചു കഴിഞ്ഞപ്പോഴോ അവ ഗൈറദാലിക്ക്, വേറൊന്നും ചോദിക്കാനില്ലേ? ചോദിച്ചു കഴിഞ്ഞപ്പോ വേറൊന്നും ചോദിക്കാനില്ലേ? റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ റസൂലുള്ള ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്? കൊടുക്കാമെന്ന് വാക്കും പറഞ്ഞതല്ലേ? എന്തുകൊണ്ട് പാലിക്കാതെ വേറെ ചോദിക്കാൻ പറയുന്നു? റസൂലുള്ളാഹിക്ക് പറ്റുന്ന ഒരു കാര്യമാണോ അത്? ഒന്ന്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദുനിയാവൊന്നും വേണ്ട, ഹുവദാക്ക്, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഓ, നീ അത് തന്നെയാണോ ചോദിക്കുന്നത്? ശരി, നിനക്കിതാ തന്നിരിക്കുന്നു, നിനക്ക് സ്വർഗം തന്നു, സ്വർഗത്തിൽ മുറാഫഖത്തും തന്നു. റസൂലുള്ള പറഞ്ഞോ? എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നാം കളവ് പറയുന്നത്, കെട്ടിച്ചമയ്ക്കുന്നത്, ദുർവ്യാഖ്യാനിക്കുന്നത്? നൂറുകണക്കിന് ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ അല്ലേ? അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ പുണ്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ ആ കൂട്ടത്തിൽ കിടക്കട്ടെ. ഈ ഒരു ഹദീസും റസൂലുള്ള എന്താ പറഞ്ഞത്? അവിടെയും പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, മോനെ നീ സഹായിക്കണം എന്നെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് റബീഅ ഇസ്തിഗാസ ചെയ്യുന്നു. റസൂലുള്ളാഹിയാകട്ടെ റബീഅനോടും തിരിച്ചൊരു ഇസ്തിഗാസ. റസൂലുള്ള ആരോടും സഹായം ചോദിച്ചിട്ടില്ല എന്നാണ് അമ്പലക്കടവ് പറഞ്ഞതും പേരോട് പറഞ്ഞതും. അമ്പലക്കടവ് തോട്ടുമുഖത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂല് ആരോടും അല്ല, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല. എന്താ കാരണം പറഞ്ഞത്? ഈ ഇസ്തിഗാസ എന്ന് പറയുന്നത് ചെറിയ ആള് വലിയ ആളോട് ചെയ്യുന്നതാണ്. അപ്പൊ റസൂലിനേക്കാൾ വലിയ ആളില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആരോടും ഇസ്തിഗാസ ചെയ്യേണ്ട ആവശ്യമില്ല. തെളിവ് പറയുമ്പോഴോ, ഇസ്തിഗാസക്ക് തെളിവ് പറയുമ്പോഴോ എന്താണ് ഒന്നാമത്തെ തെളിവ്? മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഒന്നാമത്തെ തെളിവ്. പിന്നെയോ അഊദു ബികലിമാത്തില്ലാഹി, അല്ലാഹു തആല മരിച്ചുപോയ അള്ളാന്റെ റസൂല് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കട്ടോ. ഇത്തരത്തിലുള്ള കടുത്ത ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാന്റെ റസൂൽ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഇസ്തിഗാസ നടത്തിയിരിക്കുന്നു. എന്തിന്? റബീഅക്ക് സ്വർഗത്തിൽ മുറാഫഖത്ത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി റബീഅയുടെ സഹായം വേണം. സഹോദരങ്ങളെ, മുറാഫഖത്ത് എന്ന കാര്യമുണ്ടല്ലോ, അത് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ റബീഅ ചോദിച്ചത് എത്ര മാത്രമേ ഉള്ളൂ? അസ്അലുക, നബിയെ തങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖത്തക, അങ്ങയോടൊപ്പം താമസിക്കാൻ,
ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്നത് മാത്രമാണ് ചോദിച്ചിരുന്നതെങ്കിൽ റസൂലുള്ള പറയോ അബഗൈറ ദാലിക് എന്ന് പറയോ? ഒരിക്കലും പറയൂല, ഒരിക്കലും പറയൂല. ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ് എന്ന് പറയോ? അതും പറയൂല. എന്തേ? അത് പറയേണ്ടതില്ലാതെ, അങ്ങനെ ഇല്ലാതെ തന്നെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന് റബീഅ റളിയല്ലാഹു അൻഹുവിന് കൂടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയും. അതുകൊണ്ട് വെറും അൽ മുറാഫഖത്തക എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരിക്കലും അവ ഗൈറ ദാലിക എന്ന് പറയൂല. വേറെ വല്ലതും ചോദിക്കാനില്ലേ എന്ന് പറയൂല. പിന്നെ എന്തേ അങ്ങനെ പറയേണ്ടി വന്നത്? അത് റസൂലുള്ളാഹിക്ക് കഴിയാത്തൊരു കാര്യമാണ്. അതേസമയം ഇതാ ഒരു ഉദാഹരണം പറയാം. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി കോളേജ് അധ്യാപകനോട് പറയുകയാണ്, അല്ലെങ്കിൽ തന്റെ സാറിനോട് പറയാണ്, തന്റെ 10ാം ക്ലാസ്സിലെ അധ്യാപകനോട് പറയാണ്, സാറേ എനിക്കൊരു സീറ്റ് വാങ്ങിച്ചു തരണം. എവിടെ? കോളേജിൽ +1 ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. എനിക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരണമെന്നല്ല, എനിക്കൊരു അഡ്മിഷൻ തരണം എന്ന് തന്നെ സാറിനോട് ചോദിക്കാണ്. അപ്പൊ സാർ എന്ത് പറയും? എന്താ അപ്പൊ അവിടെ സാറ് പറയാ? നിനക്ക് ഞാൻ അഡ്മിഷൻ തന്നിരിക്കുന്നു എന്ന് പറയോ? പറയൂല. എന്തേ? അഡ്മിഷൻ സാറിന്റെ കയ്യിലില്ല. ഒന്ന്. ഇനി റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ നല്ല മാർക്കോട് കൂടെ 10ാം ക്ലാസ്സിൽ പാസ്സാകുകയും വേണം. നല്ല മാർക്കോടെ 10ാം ക്ലാസ്സിൽ പാസ്സായാൽ ഞാൻ നോക്കാം. ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു രീതിയാണ് ഇവിടെ നാം കാണുന്നത്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ തരാമെന്നും പറഞ്ഞു, എന്നിട്ട് കൊടുത്തില്ല. എന്താ ഇവിടെ ഒറ്റവാക്കിൽ മറുപടി പറയാതിരുന്നത്? യെസ് ഓർ നോ എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നവരല്ല. എങ്ങനെ ദുർവ്യാഖ്യാനിക്കുക? ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്ത് ഓരൊറ്റ പണ്ഡിതനും സഹാബികള് ആരും തന്നെ ഈ ഹദീസിനെ മുൻപിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. ഒരൊറ്റ സഹാബി അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ സന്തത സഹചാരിയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കണ്ടേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കണ്ടേ? ഖുലഫാഉർ റാഷിദുകളിൽ ആരെങ്കിലും ചോദിച്ചോ? മാതൃകയാക്കാമായിരുന്നു. സ്വഹാബാക്കളിൽ ആരെങ്കിലും ചോദിച്ചോ? ഇത് മാതൃകയാക്കിക്കൊണ്ട് ആരെങ്കിലും ചോദിച്ചോ? ഒരൊറ്റ സ്വഹാബിയും ചോദിച്ചില്ല. ലോകത്ത് പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതനും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് എഴുതി വെച്ചിട്ടില്ല. അതാണ് നമുക്ക് പറയാനുള്ള മറുപടി. അതാണ് ഞാൻ അവിടെ പറഞ്ഞതും. റബിയ ചോദിച്ചു, മേൽപ്പറഞ്ഞ മനുഷ്യൻ ചോദിച്ചു, അതേപോലെ തന്നെ ഉക്കാശ ചോദിച്ചു. ശരിയാണ്. ഉക്കാശ എന്താ ചോദിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, അമിൻഹും അന യാ റസൂലല്ലാഹ്, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, അന്ത മിൻഹും, നീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോ അടുത്ത് ഖാമ റജുലുൻ ആഖർ, വേറൊരാൾ എണീറ്റ് ചോദിച്ചു, അമിൻഹും അന യാ റസൂലല്ലാഹ്, നബിയേ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? സബഖക ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി മോനെ. അപ്പൊ ആദ്യം പറഞ്ഞ ആൾക്ക് റസൂലുള്ളാഹി അനുവദിച്ചു, രണ്ടാമത് പറഞ്ഞ ആൾക്ക് കൊടുത്തില്ല. ആദ്യത്തെ ഉക്കാശവനോട് ഒരു പ്രത്യേക പ്രതിപത്തിയും രണ്ടാമത് ചോദിച്ച ആളോട് ദേഷ്യവും. എന്താ, അവർക്ക് സ്വർഗം കിട്ടിയാൽ കൊള്ളൂലേ? അതെന്തേ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ റസൂലുള്ളാഹി പറയുന്നു, അവർ പ്രതികരിക്കുന്നു. അത് മാതൃകയാക്കപ്പെട്ടിട്ടില്ല. മാതൃകയാക്കപ്പെടാത്ത ആ കാര്യം നമുക്ക് വിധി പറയാനുള്ള അവകാശമില്ല. ലോകത്ത് ഇന്നേ വരെ മാതൃകയായി അംഗീകരിക്കാത്ത ആ വിഷയം അത് പാടുണ്ട് എന്ന് നാം പറയുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ബിദ്അത്ത് ദലാലത്തായി. ബിദ്അത്ത് ദലാലത്താകുമ്പോൾ അതിൽ ശിർക്ക് വരാം, കുഫ്ർ വരാം, റിദ്ദത്ത് വരാം,
അതേപോലെ തന്നെ അതേ നിഫാഖ് വരാം, എല്ലാം വരാം. നമ്മ അള്ളാഹിനെ പേടിച്ചിട്ടാ, അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. എന്നാൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ പാടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പാടണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ലോകത്താരും തന്നെ ഇത് മാതൃകയാക്കിയിട്ടില്ല എന്നതാണ് നമുക്കുള്ള തെളിവ്. സ്വഹാബത്ത് മാതൃകയാക്കാത്ത, താബിഈകളോ മാതൃകയാക്കാത്ത, ഇസ്ലാമിന്റെ പൂർവികരായ പ്രാമാണികരായ പണ്ഡിതന്മാരാരും തന്നെ മാതൃകയാക്കാത്ത ഈ സംഭവം വിധി പറയാൻ നമുക്ക് അവകാശമില്ല. ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ സീഡിയിൽ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. സ്വർഗം മാത്രാണോ? അല്ല, എല്ലാം ചോദിക്കാമെന്നല്ലേ? എല്ലാം ചോദിക്കാം. സക്കരിയ സ്വലാഹി മണ്ണാർക്കാട് സംവാദത്തിൽ ചോദിക്കുന്നു, അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും മഹാത്മാക്കളോടോ സൃഷ്ടികളോടോ ചോദിക്കാമോ? ഒരു ചോദ്യം. 3 മണിക്കൂർ ചോദിച്ചിട്ട് ചോദിക്കാമെന്നോ ചോദിക്കാൻ പാടില്ലെന്നോ പറഞ്ഞില്ല. എന്തേ പറയായിരുന്നേ? അവിടെ എന്തേ സ്വർണ്ണ പറയായിരുന്നേ? 3 മണിക്കൂർ സമയം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ പാടില്ലേ? കരഞ്ഞുകൊണ്ട് ദയനീയമായി ഒന്നും മറുപടി പറഞ്ഞു. ശരിയാരേ, 3 മണിക്കൂറിലധികം നീണ്ട ചോദ്യത്തിന് പാടുണ്ടെന്നോ പാടില്ലെന്നോ പേരോട് മറുപടി അന്ന് പറഞ്ഞില്ല. ഇപ്പോൾ പറയുന്നു പാടുണ്ട്. ഇപ്പോൾ അന്ന് പറഞ്ഞില്ല പാടുണ്ടെന്ന്, ഇപ്പോൾ പറയുന്നു പാടുണ്ട്. പാടുണ്ടെന്ന് മാത്രമല്ല, അത് പുണ്യമാണ്. അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കും പോലെ മഹാത്മാക്കളോട് പൊറുക്കലിനെ ചോദിക്കൽ പുണ്യമാണ്. നജീബ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തൗഹീദ് മുഖാമുഖം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്ന തൗഹീദ് മുഖാമുഖം എന്ന ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗം പരിശോധിച്ചു നോക്കുക. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചോദിക്കാമെന്ന് തന്നെയാണ്. അതിന് ന്യായം പറയുന്നത് എന്താ? അവർക്ക് അതിനുള്ള ശഫാഅത്തിന്റെ അധികാരമുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവർ ആരാണടോ? അല്ലാഹ് ചോദിക്കാ. ഏതെങ്കിലും കബറിൽ കിടക്കുന്ന ഉപ്പാപ്പാക്ക് അല്ലാഹ് സമ്മതം കൊടുത്തിട്ടുണ്ടത്രേ, ഇവിടെ വെച്ച് തന്നെ ശഫാഅത്ത് ചെയ്യാൻ. ഉത്തരം മുട്ടുമ്പോൾ പറയുന്നതാണ് കേട്ടോ അത്. ഏത്? ഈ ശഫാഅത്ത് എന്നത് സമസ്തക്കാര് പറയുന്നത് ഉത്തരം മുട്ടുമ്പോഴാ. അവർ യഥാർത്ഥത്തിൽ അവരുടെ വാദം എന്താണെന്നറിയാവോ? മഹാത്മാക്കളോട് അസാധാരണമായ ഏത് കാര്യം ചോദിച്ചാലും അത് അവർക്ക് തന്നെ സ്വന്തം നൽകാനുള്ള കഴിവും അധികാരവും അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒന്ന് ചോദിച്ചു നോക്ക്, മഹാത്മാക്കൾക്ക് അസാധാരണമായ കഴിവുണ്ടോ ഇല്ലയോ? മഹാത്മാക്കൾക്ക് അസാധാരണമായ കഴിവ് ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ വിശ്വാസം എന്താ? അസാധാരണമായ കഴിവ് ഉണ്ട് എന്നാണ്. എന്താണ് അസാധാരണമായ കഴിവ്? മുഅ്ജിസത്ത്, കറാമത്ത്. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരോട് സാധാരണ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് നമുക്ക് നൽകാനുള്ള കഴിവുള്ളതുപോലെ അസാധാരണക്കാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നമ്മൾ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കുമ്പോൾ അസാധാരണ കാര്യങ്ങൾ നമുക്ക് നൽകാനുള്ള കഴിവുണ്ട്. എങ്ങനെ കഴിവുണ്ട്? അവർക്ക് അസാധാരണ കഴിവുണ്ട്. ഏതാണ് ആ കഴിവ്? മുഅ്ജിസത്തും കറാമത്തും. മുഅ്ജിസത്തും കറാമത്തും അസാധാരണ കഴിവാണ്. അപ്പോ ഉത്തരം മുട്ടുമ്പോ അപ്പൊ എന്താണ് നമുക്ക് നൽകുക? അവരുടെ അസാധാരണ കഴിവ് കൊണ്ട് എന്താണ് നൽകുക? സ്വർഗം കിട്ടും. സ്വർഗം അവരും കൊണ്ട് തരുവോ? അവരുടെ കയ്യിൽ സ്വർഗം ഉണ്ടോ? അള്ളാഹിനോട് ചെയ്യുന്ന തെറ്റ് പൊറുക്കാൻ അവർക്ക് അധികാരമുണ്ടോ? അത് അവര് പൊറുക്കുമല്ല, അല്ലെങ്കിൽ സ്വർഗം അവര് തരുവല്ല, ഹിദായത്ത് അവര് തരുവല്ല. പിന്നെന്താ? അവരുടനെ അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യും.
അല്ലെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യും. അവർ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. ദുആ ചെയ്യാൻ എന്തിനാ പിന്നെ അസാധാരണ കഴിവ്? ദുആ ചെയ്യാനും ശഫാഅത്ത് ചെയ്യാനും എന്തിനാ അസാധാരണ കഴിവ്? ഒരാളോട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് അസാധാരണ കഴിവാണോ ദുആ ചെയ്യാൻ? ജീവിച്ചിരിക്കുന്ന ഒരാളോട് അയാൾ നബിയാകണമെന്നുണ്ടോ? അയാൾ വലിയാകണമെന്നുണ്ടോ? ആരെങ്കിലും ആകണമെന്നുണ്ടോ? ഒരു മുസ്ലിം ആണെങ്കിൽ ദുആ ചെയ്യാൻ പറയാലോ? അസാധാരണ കഴിവാണോ ദുആ ചെയ്യാൻ? ഇനി ശഫാഅത്ത് ചെയ്യാൻ, ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വോൾട്ടേജ് കൂടിയതല്ലേ? ദുആ ചെയ്യലല്ലോ ശഫാഅത്ത് എന്ന് പറയുന്നത്. അഭ്യർത്ഥിക്കലല്ലോ ശുപാർശ ചെയ്യല്. ശുപാർശ ചെയ്തു, അഭ്യർത്ഥിച്ചു. ശുപാർശ ചെയ്യണത് കൊടുക്കാനാ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് അത് തള്ളാൻ പറ്റൂല. എന്തേ കാരണം? വോട്ട് കിട്ടൂല, അടുത്തവണ വിജയിക്കൂല എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരധികാരം പ്രയോഗിക്കല. അപ്പൊ റസൂലുള്ള ശഫാഅത്ത് ചെയ്യൂലേ? ചെയ്യും. ആ അധികാരമാണോ? അവകാശമാണ്. എന്താണ് അവകാശം? അള്ളാഹ് കൊടുക്കണ അവകാശം. അള്ളാഹ് കൊടുക്കണ അവകാശം. അതുപോലെ ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹ് അവകാശം കൊടുത്തേക്കാം. നാളെ ആഖിറത്തിൽ റസൂലുള്ള ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹിന്റെ അവകാശമാണത്. അപ്പൊ റസൂലുള്ളാഹിക്ക് അധികാരമുണ്ട്. അതുപോലെയുള്ള അധികാരം ഈ ലോകത്ത് എല്ലാവർക്കും അള്ളാഹ് നേരത്തെ തന്നെ കൊടുത്തേക്കുവാണോ ശഫാഅത്ത് ചെയ്യാൻ? സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. കഴിവുകൾ എപ്പോഴാ? പ്രവർത്തനത്തിനുള്ള കഴിവ് ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്ത് പോയില്ലേ, ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ നാം ഒരാളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, 100 രൂപ ചോദിച്ചു. അയാളുടെ കയ്യിൽ അള്ളാഹ് ഏൽപ്പിച്ച 100 രൂപ നമുക്ക് നൽകാനും നൽകാതിരിക്കാനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അയാൾ ചിലപ്പോ നമുക്ക് നൽകും, ചിലപ്പോ നൽകൂല. അതെങ്ങനെയാ നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യുന്നത്? അതിന്റെ മാനദണ്ഡം എന്താണ്? അല്ലാഹു തആല ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും കൊടുത്തിരിക്കുന്ന ഒരു ഇഖ്തിയാർ, കസ്ബ് എന്ന് പറയുന്ന ഒരടിസ്ഥാന കഴിവുണ്ട്. ഒലിൽ ഇബാദി അഫ്ആലുൻ ഇഖ്തിയാരിയ, അടിമക്ക് ഇഖ്തിയാരിയായ ഫിഅലുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അതിനാണ് കസ്ബ്, അതേപോലെ തന്നെ ഇഖ്തിയാർ എന്ന് പറയുന്നത്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഏതൊരു പ്രവൃത്തിയും ചെയ്യാനുള്ള സാധ്യതയും അനുകൂലമായ ആരോഗ്യപരമായ സാധ്യതയ്ക്കാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. കസ്ബ് എന്ന് പറഞ്ഞാലോ? കസ്ബ് എന്ന് പറഞ്ഞാൽ ആ ആരോഗ്യപരമായ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനാണ് കസ്ബ് എന്ന് പറയുന്നത്. അഥവാ മുബാശറത്തുൽ അസ്ബാബ്, സബബുകളുമായി ബന്ധപ്പെടുക, അതാണ് കസ്ബ്. ഈ ഇഖ്തിയാർ, കസ്ബ് എന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും. ആ ഇഖ്തിയാറിന്റെയും കസ്ബിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന് കൂലി കൊടുക്കുന്നതും ശിക്ഷ കൊടുക്കുന്നതും. മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഖ്തിയാറുണ്ട്, കസ്ബുണ്ട്. മദ്യപിച്ചാൽ ശിക്ഷ കിട്ടും. നിസ്കരിക്കാനുള്ള ഇഖ്തിയാറുണ്ട്, കസ്ബുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നിസ്കരിക്കുമ്പോൾ കൂലി കൊടുക്കും. ഇതേപോലെയാണോ മുഅ്ജിസത്തും കറാമത്തും? കസ്ബിനും ഇഖ്തിയാറിനും പൂർണ്ണമായും ദഖലുള്ള, പ്രവേശനമുള്ള ഒരു കഴിവാണോ മുഅ്ജിസത്തും കറാമത്തും? മുശ്രിക്കുകൾക്ക് പറയാൻ പാടില്ലേ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, റസൂലുള്ളാഹിയുടെ കലാമാണ്, മുഹമ്മദിന്റെ കലാമാണെന്ന് പറഞ്ഞുകൂടെ മുശ്രിക്കുകൾക്ക്? എന്തേ? മുഹമ്മദ് മുഅ്ജിസത്താകുന്ന അസാധാരണമായ കഴിവിന്റെ ഉടമയാണ്. സാധാരണ മനുഷ്യർക്ക് പറ്റാത്ത ഒരുപാട് കഴിവിന്റെ ഉടമയാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് കഴിയാത്ത അസാധാരണമായ കഴിവുകൊണ്ട് മുഹമ്മദ് തന്റെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും എടുത്തതാണ്, മെനഞ്ഞെടുത്തതാണ് ഖുർആൻ. അല്ലാഹുവിന്റെ കലാമല്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? മുഅ്ജിസത്ത് കഴിവല്ലേ? വളരെ അപകടകരമായ വാദമാണിത്. തലബുൽ മഊനത്തി ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ ഔ തലബുൽ മഊനത്തി ബിസബബി ദുആഇഹിം വശഫാഅത്തിഹിം. എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ?
തലബുൽ മഊനത്തി, മഊനത്ത് തേടലാണ്, സഹായം തേടലാണ്. ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി, മുഅ്ജിസത്തും കറാമത്തുമാകുന്ന അസാധാരണ കഴിവുകൊണ്ട് ആരിൽ നിന്ന് തേടുക? ബിസബബ് മിനൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും. ഞാൻ എത്രയോ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ഇസ്തിഗാസ, ഈ പറഞ്ഞ നിർവചിച്ചിട്ടുള്ള ഈ ഇസ്തിഗാസ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? എവിടെ നിന്നാണ് കിട്ടിയത്? എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ വെല്ലുവിളിച്ചു. പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഇസ്തിഗാസയെ നിർവചിച്ചിട്ടുണ്ടോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരല്ലാതെ ലോകത്താരും ഇത്തരത്തിലുള്ള ഒരു ഇസ്തിഗാസയെ നിർവചിച്ച് മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് സഹായമാണ് മരിച്ചവരിൽ നിന്ന് കിട്ടുക? എന്ത് സഹായമാണ് കിട്ടുക മരിച്ചവരിൽ നിന്ന്? നിങ്ങൾ പറയുന്നല്ലോ എന്തും ചോദിക്കാമെന്ന് പറയുന്നല്ലോ. സ്വർഗം ചോദിക്കാം, പുറത്തു തരാൻ ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഒക്കെ ചോദിക്കാമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അവർക്ക് തരാൻ കഴിയുമോ? അവർക്ക് തരാൻ കഴിയുമോ? എന്ത് സഹായമാണ് അവർ നമുക്ക് ചെയ്യുക? ജീവിച്ചിരുന്നപ്പോ ഒരാളോട് 100 രൂപ ചോദിച്ചാൽ അയാൾ 100 രൂപ ഉണ്ടെങ്കിൽ തരൂ, ഇല്ലെങ്കിൽ തരൂല. മരിച്ച ഒരാളോട് ചെന്നിട്ട് 100 രൂപ ചോദിക്കാൻ പറ്റുമോ? ഇവര് പറയുന്നത് ചോദിക്കാന്നാ. ചോദിക്കാന്നാണ്. ചോദിക്കാൻ പാടില്ലാത്തതൊന്നുമില്ല. അതും മുഅ്ജിസത്തുകൊണ്ട് തരും, കറാമത്തുകൊണ്ട് തരും. ചോദിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ചോദിക്കാം. പിന്നെന്താ ബുദ്ധിമുട്ട്? ഇതാണ് ഇസ്തിഗാസയുടെ സ്ഥിതി സഹോദരങ്ങളെ. കുടുങ്ങുമ്പോ പറയും, ഞങ്ങൾ ദുആ ചെയ്യാനല്ലേ പറയുന്നത്, ഞങ്ങൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗം ഒന്ന് പാസ്സാക്കി തരണമെന്നാ ഞങ്ങൾ പറയാം. അപ്പൊ റസൂലുള്ള പാസ്സാക്കണയാള്, അള്ളാഹ് തരുന്നയാള്. ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെ? കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാ, അവരിറക്കിയ CD-യുടെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവര് പറയുന്ന ന്യായം എന്താണെന്നറിയാവോ? കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാ, ഡ്രൈവറോട് പറയാണ്, ഡ്രൈവറെ ഒരു ചായ വേണം. അതിന്റെ അർത്ഥം ഡ്രൈവർ ചായ ഉണ്ടാക്കി തരാനാ? ഡ്രൈവർ വണ്ടി നിർത്തും. മാനേജറിന്റെ അടുത്ത് പറയും, മാനേജറെ ഒരു ചായ വേണം. മാനേജർ ചെല്ലുമ്പോ എന്താന്ന് ചോദിക്കും, എനിക്കൊരു ചായ വേണം. മാനേജർ ചായ തരാനാ? പിന്നെ ആര് ചായ തരാനായി ചോദിക്കണത്? മാനേജർ ചായ പാസ്സാക്കണം, കടയിലേക്ക് കയറാൻ അനുവദിക്കണം. അവിടെ ചായ അടിക്കുന്ന അയാൾ, ആ കുക്ക് നമുക്ക് ചായ ഉണ്ടാക്കി തരണം. മാനേജർ റസൂലുള്ള, ചായ അടിക്കണ കുക്ക് അല്ലാഹ്. മാനേജർ റസൂലുള്ള, ചായ അടിക്കണ കുക്ക് അല്ലാഹ്. ഒരു മന്ത്രിയുടെ അടുക്കൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഒരു MLA-യുടെ അടുക്കൽ ചെന്നിട്ട് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ, ആ CD തന്നെയുണ്ട്, ഒരു വീട് വേണമെന്ന് പറഞ്ഞ ഈ മന്ത്രി വീടുണ്ടാക്കി തരണമെന്നാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ MLA വീടുണ്ടാക്കി തരണമെന്നാണോ പറയുന്നത്? അല്ല. പിന്നെ ആരാണ്? കൊല്ലന്മാരും ആശാരിമാരും വീടുണ്ടാക്കി തരണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മന്ത്രി റസൂലുള്ള, MLA റസൂലുള്ള, ആശാരിയും കൊല്ലനും അല്ലാഹ്. റസൂലുള്ള സ്വർഗം പാസാക്കി കൊടുക്കുന്ന ആളാ. ഒരു സ്വർഗം കൊടുത്തേരെ. എന്തൊരു ഞാൻ ഒന്നും പറയുന്നില്ല ഇതിനെ കുറിച്ച്. സങ്കടം സഹിക്കവയ്യാത്തതുകൊണ്ട് പറയാ. കുടുങ്ങുമ്പോ പറയും ഇതേ രൂപത്തിൽ ദുആ ചെയ്യാനാണ്. ദുആ ചെയ്യാൻ എന്തിനാ സഹോദരങ്ങളെ ഈ മുഅ്ജിസത്തും കറാമത്തും? ശഫാഅത്ത് ചെയ്യാനും ദുആ ചെയ്യാനും മുഅ്ജിസത്തും കറാമത്തും വേണോ? സവാഉൻ മഹ്യാഹും വ മമാതുഹും, ജീവിക്കുന്നതും മരിക്കുന്നതും സമമാണെന്നല്ലേ പറയാ. അമ്പിയാക്കളും മഹാത്മാക്കള് ജീവിച്ചിരിക്കലും സമാണ്, മരിച്ചു കഴിഞ്ഞാലും സമാണ്. വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ജീവിച്ചിരിക്കലും സമാണ്, മരിക്കലും സമാണ്. വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസമുണ്ട്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കഴിവ് കൂടും മരിച്ചു കഴിഞ്ഞാൽ. പിന്നെന്താ ചോദിക്കാൻ പാടില്ലാത്തത്? ദുനിയാവിൽ ചോദിക്കാത്തതും ഇപ്പൊ ചോദിക്കാം. ജീവിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടി കഴിവ് കൂടുകയാണേ. അവർ ആദ്യം പറയും ജീവിച്ചിരിക്കുന്നതും മരിച്ചതും സമാണ്. മഹാത്മാക്കൾ ജീവിക്കലും മരിക്കലും സമാ. വേറെ ചില സ്ഥലത്ത് പറയും അങ്ങനെയൊന്നല്ല, ജീവിച്ചിരുന്നതിനേക്കാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ചോദിക്കാം
അതിനേക്കാൾ കുറെ കൂടുതൽ മരിച്ചു കഴിഞ്ഞാലും ചോദിക്കാം, എങ്ങനെയാണാവോ കൊണ്ടുപോയി മറവിയവര്? ഇവരെ മറവിയ പറ്റുമോ? രണ്ടും സമല്ലേ? ജീവിക്കലും മരിക്കലും സമാണ്. രണ്ട് കഴിവും ഒന്നാണ്. കഴിവ് കൂടുകയാണ് ചെയ്യുന്നത്. മറവ് ചെയ്യാൻ എന്താണ് ന്യായം? വല്ല ന്യായമുണ്ടോ? സ്വത്തുകൾ ഓഹരി ചെയ്യാൻ പറ്റുമോ? എങ്ങനെ മയ്യത്ത് നിസ്കരിക്കും? ഇപ്പൊ അടുത്ത ദിവസം ഒരു മുസ്ലിം പറയാ ജഡാത്രേ, റസൂലുള്ളാഹിയുടെ ജഡം. ഈ നജീബ് മൗലവി തന്നെ നിങ്ങൾക്ക് കേൾക്കാം ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് റസൂലുള്ളാഹിയുടെ ജഡം. മുജാഹിദാ പറഞ്ഞതെങ്കിലോ, മുജാഹിദാണ് പറയുന്നതെങ്കിലോ, റസൂലുള്ളാഹിയുടെ ജഡം എന്ന പ്രയോഗം മുജാഹിദാണ് പറയുന്നതെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അവർ പുത്തൻവാദി ആവൂല, അവര് പഴയ അടിസ്ഥാനവാദിയാണ് എന്നങ്ങ് മുദ്ര അടിച്ചേക്കുക. നടക്കൂല കേട്ടോ. ഞാൻ പറയുന്നു, ഇനി ഇത് മുന്നോട്ട് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും കുപ്രചരണങ്ങളും അധികം മുന്നോട്ട് പോകൂല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നിങ്ങൾക്ക് വേണോ? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനാണ് എന്നെ ഇഷ്ടപ്പെടുന്നവൻ. ഞങ്ങൾ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളാണ്, വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കണം. മഹാത്മാക്കളെ സ്നേഹിക്കണമെങ്കിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കണം. മഹാത്മാക്കൾ അവർ വലിയ മഹാന്മാരാണ്, അവർ പിന്തുടരപ്പെടേണ്ടവരാണ്. അത് വിശ്വസിച്ചാൽ അവരെ സ്നേഹിക്കലാവൂല. അവരോട് സഹായം ചോദിച്ചാലേ അവരെ സ്നേഹിക്കലാവൂ. പിന്നെ പിന്തുടർന്നില്ലെങ്കിലോ അതുകൊണ്ട് മഹാനൊന്നും ആവാതിരിക്കുകയില്ല, അതുകൊണ്ട് മഹാനാവാതിരിക്കുകയുമില്ല. റസൂലുള്ളാഹിനെ പിന്തുടർന്നില്ല എന്നതുകൊണ്ട് ഒരാൾ മഹാനാകാതിരിക്കൂല. റസൂലുള്ളാഹിനെ പിന്തുടർന്നില്ലെങ്കിലും ഒരാൾക്ക് കുത്തുബുൽ ആലമാകുന്നതിൽ തടസ്സമുണ്ടോ? ഇല്ല. കുത്തുബുൽ ആലം വരെയും ഉയരാം. റസൂലുള്ളാഹിനെ മാതൃകയാക്കിക്കൊള്ളണമെന്നില്ല. ശരീഅത്തുമായി ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. ശരീഅത്തിനെതിരായി തന്നെ പ്രവർത്തിച്ചാലും ശരി, കുത്തുബുൽ ആലമാകുന്നതിന് തടസ്സമില്ല. അതേ, ആ മദ്ഹബ് മുജാഹിദ് പക്ഷം അംഗീകരിക്കൂല. അതേ, മുൻഗാമികളുടെ പാത ലതത്ബഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ. മുൻഗാമികളുടെ പാത നിങ്ങൾ പിൻപറ്റും, ചാണിന് ചാണായി പിൻപറ്റും, മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻഗാമികളുടെ പാത അഥവാ ഇസ്ലാമിന് മുൻപുള്ള അവരുടെ പാത പിൻപറ്റപ്പെടാതെ നിർവാഹമില്ല സഹോദരങ്ങളെ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനാണ്, അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞതെങ്കിൽ അവർ ശുപാർശ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് എന്താണോ മോഹിച്ചത്, അള്ളാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശുപാർശക്കാരോട് അവരോട് അള്ള തരുന്ന കാര്യം തന്നെയാണ് ചോദിക്കുന്നതും അതിങ്ങോട്ട് തരുമെന്നുമാണ് വിശ്വസിക്കുന്നത്. അതെങ്ങനെ തരും? അസാധാരണമായ കഴിവ് കൊണ്ട് തരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. യാ ഫാത്തിമ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് കേട്ടോ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ തന്റെ ഓമനപുത്രി ഫാത്തിമയോട് റസൂലുള്ള എന്താ പറഞ്ഞത്? ഇഅ്മലീ, മോളെ നീ അമൽ ചെയ്തു കൊള്ളണം കേട്ടോ. ലാ ഉഗ്നി അൻകി ശൈആ, യാതൊന്നും ഉപ്പാക്ക് സാധ്യമല്ല കേട്ടോ. ഉപ്പാക്ക് യാതൊന്നും ചെയ്യാൻ പറ്റൂല മോളെ. സ്വർഗം വേണമെങ്കിൽ സ്വർഗം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളണം കേട്ടോ എന്നല്ലേ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പറഞ്ഞത്. അള്ളാന്റെ റസൂലിന് ആർക്കെങ്കിലും ഹിദായത്ത് കൊടുക്കാൻ സാധ്യമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിനെ പതിറ്റാണ്ടുകളോളം ആറ്റിപ്പോറ്റി സംരക്ഷിച്ച അബൂ താലിബ്
അബൂ താലിബിന് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാ ഈ ലോകത്ത് ഏതെങ്കിലും മുസ്ലിമും ഉണ്ടോ? എന്തേ? അദ്ദേഹം പതിറ്റാണ്ടുകളോളം അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചതാണ്. പക്ഷേ ആ അബൂ താലിബിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ മുസ്ലിം സമുദായത്തിന് അധികാരമുണ്ടോ? അല്ലാഹുവേ, അബൂ താലിബിന് പുറത്തു കൊടുക്കുന്നു പറയാൻ മുസ്ലിം ലോകത്തിന് അധികാരമുണ്ടോ? എന്തേ അധികാരമില്ലാത്തത്? എന്തേ അധികാരമില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂലിന് ഇത്രയും ദുഃഖമുണ്ടാക്കിയ സംഭവം വേറെ ഉണ്ടായോ? അബൂ താലിബിന്റെ മരണം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണം ദുഃഖവർഷം എന്നല്ലേ പറയപ്പെടുന്നത്? അത്രമാത്രം ദുഃഖമുണ്ടാക്കിയ ആ മനുഷ്യന് വേണ്ടി പടച്ചോനെ സ്വർഗം കൊടുക്ക്, പുറത്തു കൊടുക്ക് എന്ന് പറയാൻ എന്തേ ഈ മുസ്ലിം സമുദായത്തെ അല്ലാഹുവിന്റെ റസൂല് ഏൽപ്പിക്കാതിരുന്നത്? അല്ലാഹ് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, തങ്ങൾ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട കേട്ടോ. നബിയെ, തങ്ങൾക്ക് സാധ്യമല്ല അങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്വർഗം കൊടുക്കാൻ, ഹിദായത്ത് കൊടുക്കാൻ അങ്ങക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ, എങ്കിലും അല്ലാഹയാണ് യഹ്ദീ മൻ യശാ, ഹിദായത്ത് കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹ്ക്കല്ലാതെ സാധ്യമല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉദ്ദേശിച്ചാൽ നടക്കുന്നല്ലേ പറയാ? മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഉദ്ദേശിച്ചാൽ നടക്കും. എന്താ റസൂലുള്ള ഉദ്ദേശിച്ചില്ലേ? റസൂലുള്ള ഉദ്ദേശിച്ചില്ലേ? ഇവിടെ അബൂ താലിബിന് ഹിദായത്ത് കിട്ടാൻ റസൂലുള്ള ഉദ്ദേശിച്ചില്ലേ? എന്താ റസൂലുള്ള ഒന്ന് അഭിനയിക്കുക ചെയ്തത്? നടിക്കുക ചെയ്തത്? എന്താ അഭിനയിക്കുക ചെയ്തത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഓ അബൂ താലിബിന് സ്വർഗം കിട്ടാൻ, ഹിദായത്ത് കിട്ടാൻ റസൂലുള്ള ഒരു അഭിനയം അല്ലേ പറയാൻ സാധിക്കൂ? ഉദ്ദേശിച്ചാൽ നടക്കുമെന്നല്ലേ പറയുന്നത്? അതാണ് മുഅ്ജിസത്ത്, അതാണ് കറാമത്ത്. എന്തേ കൊടുക്കാതിരുന്നത്? വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടുമല്ല, മുഹമ്മദേ നിന്റെ ദീനാണ് ദീനുകളിൽ വെച്ച് ഏറ്റവും നല്ല ദീൻ എന്നെനിക്കറിയാം, അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. റസൂലുള്ളാഹിക്ക് ആഗ്രഹവും ഉണ്ട്. റസൂലുള്ള ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തിന് ദീൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അദ്ദേഹത്തിന് ദീൻ എന്താണെന്ന് തിരിച്ചറിയാമായിരുന്നു, ഇതാണ് സത്യമെന്നറിയാമായിരുന്നു. റസൂലുള്ള അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും അവിടുത്തെ തിരുനാവ് കൊണ്ട് ഖുൽ പറ എളാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല. പറയാതെ തന്നെ ഈ ലോകത്തുനിന്ന് പോയി. അതുകൊണ്ടാ പൊറുക്കലിനെ ചോദിക്കാത്തേ. അബൂ താലിബിന് സ്വർഗം കിട്ടും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അള്ളാന്റെ റസൂലിനെ പോറ്റിയത് കൊണ്ട് അധികാരമില്ല, അവകാശമില്ല. കൊടുക്കണമെങ്കിൽ അള്ളാഹ് കൊടുത്തോട്ടെ, നമുക്കെന്താ? അള്ളാഹുടെ അധികാരമല്ലേ? നമുക്ക് അവകാശമില്ല പൊറുക്കലിനെ ചോദിക്കാൻ, നമുക്ക് അവകാശമില്ല അദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തണമെന്ന് പറയാൻ. കിട്ടൂല സഹോദരങ്ങളെ. നിങ്ങളാരും മഞ്ഞുകൊണ്ട് നടക്കണ്ട. സ്വർഗം കിട്ടാനുള്ള വഴി എന്താണെന്നറിയാവോ? അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം ഒക്കെ സ്വർഗത്തിൽ കടക്കാനുള്ള വഴി എന്താണെന്നറിയാവോ? അത് അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹുവിനെയും പ്രവാചകരെയും ആരെങ്കിലും അനുസരിച്ചാൽ ആ കൂട്ടക്കാർ അല്ലാഹ് അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം പണിയെടുക്കണം സഹോദരങ്ങളെ. പണിയെടുക്കാതെ സ്വർഗം കിട്ടും. പണിയെടുക്കാതെ അമ്പിയാക്കളുടെ കൂടെ കൂടാം, ഔലിയാക്കളുടെ കൂടെ കൂടാം, ശുഹദാക്കളുടെ കൂടെ കൂടാം, ബദർ മൗലിദ് കഴിച്ചുകൊണ്ട് കൂടാം, ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചുകൊണ്ട് കൂടാം, കുതുബിയത്ത് കഴിച്ചുകൊണ്ട് കൂടാം. ധരിക്കണ്ട നിങ്ങള്
അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാലേ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും മാപ്പാക്കി തരുമാറാകട്ടെ. ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്ന മുഴുവൻ തെറ്റുകളെയും കുറ്റങ്ങളെയും അല്ലാഹു മാപ്പാക്കി തരട്ടെ. പടച്ച തമ്പുരാൻ നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ഒക്കെ നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ ഒത്തുകൂടാൻ ഇതേപോലെ തന്നെ അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു ഈ ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കളും സന്താനങ്ങളും കുടുംബാദികളും മിത്രങ്ങളും ഒക്കെ തന്നെ ഈ ദുആയിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അവരെയും നമ്മളെയും ഒക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.